വാക്സിൻ ഉപയോഗത്തിലെ നയപരമായ വിഷയങ്ങൾ പുനഃപരിശോധിച്ച് കേന്ദ്ര സർക്കാർ സമിതി കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന്റെ 2 ഡോസുകളുടെ ഇടവേള 12 മുതൽ 16 വരെ ദീർഘിപ്പിക്കാൻ സമിതി ശുപാർശ നൽകി. പ്രസവത്തിന് ശേഷം മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിൻ സ്വീകരിക്കാനുള്ള അനുവാദവും വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. 3 മാസത്തിനിടെ രണ്ടാം തവണയാണ് കോവിഷീൽഡ് വാക്സിൻ ഡോസുകളുടെ ഇടവേള നീട്ടുന്നത്. മാർച്ചിൽ ഇടവേള 28 ദിവസം മുതൽ 7 ആഴ്ചകളിലായി ദീർഘിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 12 മുതൽ 16 ആഴ്ചകളുടെ ഇടവേളയ്ക്ക് ശേഷം രണ്ടാം ഡോസ് കോവിഷീൽഡ് വാക്സിൻ നൽകിയാൽ മതിയെന്നാണ് വിദഗ്ധ സമിതി നിർദ്ദേശം. അതേസമയം കോവാക്സിന്റെ ഇടവേളയിൽ മാറ്റം വരുത്തിയിട്ടില്ല. അത് 4 മുതൽ 6 ആഴ്ച ഇടവേളകളായി തുടരും. ശരീരത്തിലെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ ഗുണകരമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോവിഷീൽഡ് വാക്സിന്റെ 2 ഡോസുകൾക്കിടയിലെ ഇടവേള വർദ്ധിപ്പിക്കുന്നത്. കോവിഡ് രോഗമുക്തരായവർക്ക് 6 മാസത്തിന് ശേഷം വാക്സിൻ നൽകിയാൽ മതിയെന്നാണ് നിർദ്ദേശം. പ്ലാസ്മ ചികിത്സയ്ക്ക് വിധേയരായവർ 12 ആഴ്ചകൾക്ക് ശേഷം വാക്സിൻ സ്വീകരിച്ചാൽ മതിയാകും. ഗുരുതര അസുഖങ്ങൾ ഉണ്ടായിരുന്നവർക്ക് രോഗമുക്തി നേടി 4 മുതൽ 8 ആഴ്ചകളിൽ വാക്സിൻ സ്വീകരിക്കാം. ഗർഭിണികൾക്ക് അവരുടെ സൗകര്യാർത്ഥം ആവശ്യമെങ്കിൽ വാക്സിൻ എടുക്കാം. പ്രസവത്തിന് ശേഷം മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിൻ സ്വീകരിക്കുന്നതിന് ഒരു തടസ്സവും വേണ്ടെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.